പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 19-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 102-ാം സങ്കീർത്തനം 12-ാം വാക്യം. സാംസ് 102 വേഴ്സ് 12 നാം ഇപ്രകാരം വായിക്കുന്നു: നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. 102-ാം സങ്കീർത്തനം ഒരു അരിഷ്ടൻ തന്റെ വേദന, തന്റെ സങ്കടം, തന്റെ ഭാരം ദൈവസന്നിധിയിൽ പങ്കുവെക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു നിലവിളിയോടെ, കരച്ചിലോടെയാണ് ആരംഭിക്കുന്നത്. തന്റെ അവസ്ഥ മുഴുവനും ദൈവത്തോട് പറയുകയാണ്. തന്റെ അവസ്ഥ ഉണങ്ങിയ ഒരു ചെടി പോലാണ്. ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്ന അവസ്ഥയാണ് താൻ കടന്നു പോകുന്നത്. മാത്രമല്ല, കുരുകില് പോലെ ഒറ്റയ്ക്കിരുന്ന് കുറുകിത്തീരുന്ന ജീവിതത്തിന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ. പക്ഷേ ദൈവമേ, നീ എത്രയോ വലിയവനാണ്, എന്നേക്കുമുള്ളവനാണ്. ഞാനും എൻ്റെ അവസ്ഥയും എത്രയോ വേദന നിറഞ്ഞ നിലയിലാണ്. എൻ്റെ ആയുസ് എത്രയോ കഷ്ടമേറിയതാണ്, ദുരിതപൂർണമാണ്. എൻ്റെ ജീവിതം ഈ നിലയിൽ തകർന്നു പോകുന്നു, അസ്തമിക്കുന്നു. ഇത് വേദന നിറഞ്ഞ, ക്ഷീണമേറിയ, ഭാരമേറിയ ഒരു മരുഭൂയാത്രയാണ്. എന്നാൽ ദൈവമേ, നീ എന്നേക്കുമുള്ളവനാണ്. നീ തലമുറ തലമുറയോളം ഇരിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഒരു കാര്യം ഓർക്കണം. പലപ്പോഴും നമ്മളെ ഭരിക്കുന്ന ഒരു ചിന്ത, നമുക്ക് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ആജീവനാന്തം നാം അനുഭവിച്ച ഇങ്ങനെ മനുഷ്യായുസ് തീരും എന്നുള്ള നിലയിലാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ കഷ്ടതയും ഈ പ്രയാസവും ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം മാറ്റിത്തരും. ആ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മിൽ ഉണ്ടായിരിക്കണം. നാം ഈ സങ്കീർത്തനക്കാരന്റെ കൂട്ട് അരിഷ്ടതയും സങ്കടവും നിലവിളിയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിലൊരു പ്രത്യാശയോടെ നാം വിളിച്ചു പറയണം: ഞാൻ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നുവെങ്കിലും എന്റെ ദൈവം തലമുറ തലമുറയായി നിലനിൽക്കുന്ന ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. ആ ദൈവം നിശ്ചയമായും എന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. കാരണം തലമുറ തലമുറയായി നിലനിൽക്കുന്ന എന്നേക്കുമുള്ള ദൈവമാണ് എന്റെ ദൈവം. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ഓരോരുത്തരും ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം, മഹത്വം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാകണം. എനിക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകരുത്, സാമ്പത്തിക ക്ലേശങ്ങളൊന്നും വരരുത്, എന്റെ കുടുംബത്തിന് ഒരു വിധത്തിലും വേദനയുള്ള അവസ്ഥകൾ ഉണ്ടാവരുത്, എന്നെക്കുറിച്ച് ആരും
മോശമായി പറയരുത്. ഇങ്ങനെ എനിക്കും എനിക്കുള്ളതിനും ഒരു പ്രൊട്ടക്ഷനും കരുതലും ഒക്കെ നൽകുന്ന ഒരു നല്ല സെക്യൂരിറ്റി ഓഫീസറായി, ഒരു നല്ല സേഫ്റ്റി ഗാർഡിന്റെ സ്ഥാനത്ത്, ഒരു നല്ല പവർഫുൾ പ്രൊട്ടക്ടറായി ഒക്കെ ദൈവത്തെ നമ്മൾ ചിത്രീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ നടത്തി തരുന്ന ഒരാളായി നാം ഒരു കോൺട്രാക്ട് ഏൽപ്പിക്കുകയാണ്. ഇതിനപ്പുറത്ത് ഈ ദൈവവുമായി എനിക്ക് നിങ്ങൾക്കുള്ള ബന്ധം എത്രത്തോളമുണ്ട്? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ, അഥവാ ഉണരുന്നിടം മുതൽ ഉറങ്ങുന്നിടം വരെ പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം കൊണ്ട് നടക്കുന്നു, കൂട്ടായ്മയൊന്നും വിടുന്നില്ല, ആരാധനയൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല, നാം കുർബാനകളിൽ കർത്തൃമേശകളിൽ പങ്കുചേരുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്, എത്രത്തോളം ദൃഢമാണ് എന്ന് ചോദിച്ചാൽ നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ ഉത്തരം പറയുവാൻ കഴിയണം? നാം അനാവശ്യമായി പല കാര്യങ്ങളിൽ വ്യാകുലപ്പെടുന്നുണ്ടോ? ആങ്സൈറ്റിയിലാണോ? വിചാരങ്ങളിൽ നാം കുഴങ്ങുകയാണോ? വല്ലാതെ ഭാരപ്പെടുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം വചനം പറയുന്ന നിലയിലല്ല, ശക്തമല്ല. കാരണം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം ശക്തമാണെങ്കിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന എന്റേതും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല വിഷയങ്ങളും പരിഹരിക്കുവാൻ എന്റെ ദൈവം മതിയായവനാണെന്നുള്ള ബോധ്യം, ഉറപ്പ്, വിശ്വാസം നമ്മളുണ്ടാവും. നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം ദൈവമേ എന്നും ഹല്ലേലൂയ എന്നും വാക്യങ്ങളും പറഞ്ഞതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും വീട്ടിൽ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം എന്നിങ്ങനെയുള്ള ധൈര്യപ്പെടുത്തുന്ന വാക്യങ്ങൾ പറഞ്ഞതുകൊണ്ടും എഴുതി വെച്ചതുകൊണ്ടും ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം ആകുന്നില്ല. അത് വ്യക്തിപരമായി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാപിക്കുന്ന ഒരു ഹെവൻലി കവനന്റ് ആണ്, ഒരു സ്വർഗീയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി ദൃഢമാണെങ്കിൽ ഇന്നിന്റെ പ്രശ്നങ്ങളൊന്നും നമ്മെ ബാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, പ്രശ്നമില്ലാത്തവർ ആരാണ്? ഒരു കാര്യം ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ വർദ്ധിക്കും. കർത്താവിനെ സത്യസന്ധമായി പിൻപറ്റും തോറും പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉപവസിക്കും തോറും നമ്മൾ അറിയാത്ത വഴിയിൽ കൂടെ ചില വിഷയങ്ങൾ നാം നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ ഇവയിലെല്ലാം പോക്കുവഴി ഉണ്ടാക്കി നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അല്ലാതെ പ്രശ്നമില്ലാത്ത മറ്റൊരു പ്ലാനറ്റിൽ നമ്മളെ കൊണ്ട് വെച്ചിട്ട് നിന്നെ ഞാൻ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു, ഒരു കുഴപ്പവും പറ്റത്തില്ല എന്ന് പറഞ്ഞു നോക്കുന്ന ഒരു ദൈവമല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സർവശക്തനായ ദൈവം. ഞാനും നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളിലും, പ്രതികൂലങ്ങളിലും, രോഗങ്ങളിലും, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലും, ജോലി വിഷയങ്ങളിലും, ആരോഗ്യ വിഷയങ്ങളിലും, നിയമവിഷയങ്ങളിലും എന്നെയും നിങ്ങളെയും കരം പിടിച്ചു നടത്തുന്ന, ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കാതെ നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതെ, 430 വർഷത്തെ ഇസ്രായേൽ ജനത്തിന്റെ ഫറവോന്റെ അടിമത്വത്തിന് ശേഷം
പുറത്തു വന്ന ജനം ഹുങ്കാര ശബ്ദത്തോട് ഒഴുകുന്ന ചെങ്കടലിനെയാണ് കണ്ടത്. പിന്നിൽ തങ്ങളെ പിടിക്കുവാൻ പിന്നാലെ ഓടി വരുന്ന ബറവോന്യ വിശിഷ്ട രഥങ്ങളെയും അതിന്റെ ആരവാരങ്ങളെയുമാണ് കേട്ടത്. അവിടെ ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തപ്പോൾ, മോശ ഭാരത്തോട് ദൈവസ്ഥനെ ഇരുന്നപ്പോൾ മോശയോട് പറഞ്ഞത്, നീ മുന്നിൽ കാണുന്ന ചെങ്കടലിലേക്ക് തന്നെ നീ ഇറങ്ങ, മുൻപോട്ട് പോ. വഴിമാറി പോകാനല്ല പറഞ്ഞത്. ചെങ്കടല് വഴിമാറ്റി ഒഴിക്കുകയും ആയിരുന്നില്ല. അവർ കണ്ട, അവർ ഭയപ്പെട്ട, വഴി അടഞ്ഞുപോയ ചെങ്കടലിന്റെ നടുവിൽ പുതിയ വഴി തുറന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവമാണ് എന്നേക്കുമുള്ളവൻ. ഹല്ലേലൂയ. തലമുറ തലമുറയായുള്ളവൻ. ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ലഭിച്ചതാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കോടികളുടെ സൗധങ്ങളിൽ വസിക്കുന്നതല്ല ഭാഗ്യം. വലിയ ബമ്പർ കോടി അടിക്കുന്നതല്ല ഭാഗ്യം. ഉന്നത ജോലിയും വലിയ അക്ക ശമ്പളങ്ങളും നാം ലോകപ്രകാരം കാണുന്ന പ്രോപ്പർട്ടികളും ഇതൊന്നുമല്ല ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളെ പത്രമാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മേൽപ്പറയപ്പെട്ട ലോകപ്രകാരം ഭാഗ്യവാനെന്നും ഭാഗ്യവതി എന്നും എണ്ണുന്ന സകല ഭാഗ്യ ലിസ്റ്റിൽപ്പെട്ടവരും പ്രതികൂലത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ആക്രമിക്കപ്പെടുന്നു. പല പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലും പ്രശ്നത്തിൽ കൂടെയാ പോകുന്നത്, ഭാരത്തിലും രോഗത്തിലും കൂടെയാ പോകുന്നത്. പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് ഒരു വലിയ നിലപാടുണ്ട്. എന്റെ ദൈവം മതിയായ ദൈവമാ, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ, എന്റെ ദൈവമേ നീ എന്നേക്കും ഉള്ളവനാണ്, തലമുറ തലമുറയോളമുള്ള ദൈവമാണ്, എന്നെ മുൻപോട്ട് നടത്തുവാൻ വിശ്വസ്തനാണ്. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിക്കാം. നാം ഓരോ ദിവസവും കേൾക്കുന്ന ഈ ജീവജല വാഗ്ദത്ത വചനം നമ്മെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്നതാവട്ടെ, യഥാർത്ഥ രക്ഷയുടെ ഉറവിങ്കിലേക്ക് ചെന്ന് ചേരുന്നതാവട്ടെ. ഇന്നിന്റെ പ്രശ്നങ്ങളെ അതിജീവിച്ച് ദൈവകൃപ അനുഭവിക്കുന്നതായി തീരട്ടെ. അങ്ങനെ ഞാനും നിങ്ങളും ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ജയജീവിതം നയിച്ച് അനേകരെ യേശുവിലേക്ക് ആനയിക്കുവാൻ ഇന്നത്തെ ദിനവും ഇന്നത്തെ വാഗ്ദത്ത വചനം മുഖാന്തരം ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു വിശുദ്ധ ദിനം കൂടെ തമ്പുരാൻ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഇന്ന് ഞങ്ങളെ ഒരുക്കണമേ. വേദനയോടും സങ്കടത്തോടും ദൈവസന്നിധിയിൽ തന്റെ വിഷമങ്ങൾ പങ്കുവെച്ച സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, നീയോ യഹോവേ എന്നേക്കുമുള്ള ദൈവമാ. അവിടുന്ന് തലമുറ തലമുറയായുള്ള ദൈവം തന്നെയാണ്. അപ്പാ, ഞങ്ങളും ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ ഉള്ളം നിറഞ്ഞ ഈ പ്രഭാതത്തിൽ അത് തന്നെ വിളിച്ചു പറയുന്നു.
ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്ന തലമുറയായുള്ള ദൈവം അവിടുന്ന് മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ മക്കളെ ഓരോരുത്തരെയും പ്രായഭേദമെന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും സ്വർഗീയ കൃപകളാലും നിറച്ച് അനുഗ്രഹത്തോടെ നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം കേട്ട ദൈവവചനം പോലെ നമ്മുടെ ദൈവം എന്നേക്കുമുള്ള ദൈവമാണ്. തലമുറയായി നിലനിൽക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് വിശ്വസിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിനം നമുക്കേവർക്കും സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. അതിനായി സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തി പരിപാലിച്ച് കൃപയോടെ ജയോത്സവമായി മുൻപോട്ട് കൊണ്ടുപോകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.